Hi guys, this is me Blessy. So this will be my very first video in my YouTube channel. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടും പ്ലാൻ ചെയ്തിട്ടും വർഷങ്ങൾ കുറേ ആയി. എനിക്ക് തോന്നുന്നു ഒരു 2020 മുതൽ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ. പക്ഷേ എന്താ തുടങ്ങാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്. ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ പോയി. അങ്ങനെ ഇപ്പോൾ 2026 ആയി. ഇപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് ഓഗസ്റ്റ് 8 ആണ്. സോ ഇത്രയും ടൈം എടുത്തു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. സോ എൻ്റെ പേര് ബ്ലെസ്സി എന്നാണ്. ഞാനൊരു അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ ദുബായിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്, പക്ഷെ അല്ലാണ്ട് വേറൊരു ഫീൽഡിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പപ്പ ഉണ്ടായിരുന്നു. പപ്പ അന്നേലും ഇപ്പോൾ 15 years ആയി മരിച്ചു. അമ്മ അന്നേലും നാട്ടിലാണുള്ളത്. അമ്മ നമുക്കൊരു ബിസിനസ് ഉണ്ട്. സോ അത് അമ്മ ഇപ്പോൾ നടത്തിക്കൊണ്ടു പോവാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് സക്സസ്ഫുള്ളി അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു അനിയത്തി ഉണ്ട്, ഇയർലി ട്വിന്നാണ്. എൻ്റെ അനിയത്തി അന്നേലും ഇപ്പോൾ അനിയത്തിയുടെ പേര് പ്രൈസി. അനിയത്തി ഇപ്പോൾ UK-യിലാണ്. അവൾ PG ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ്. ഇപ്പോൾ അവളവിടെ വർക്ക് ചെയ്യുകയാണ്. പിന്നെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ കാണണം. പിന്നെ വൺ ഓഫ് ദ റീസൺ എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഈ മാസം 20-ാം തീയതി. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ അനിയത്തി എപ്പോഴാണ് വരുന്ന ആ സമയത്ത് നാട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളുടെ കല്യാണത്തിന് ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതുകൊണ്ട് പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്നുള്ള പ്ലാൻ ആയത്. നമ്മുടെ ഗ്യാങ്ങിലെ ഫസ്റ്റ് കല്യാണമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്ലസ് കുറേ മിക്സഡ് ഇമോഷനിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലോട്ട് പോകുന്നതും പ്ലസ് അവളുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്, പിള്ളേരെ കാണാൻ, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫാമിലീനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അനിയത്തിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഉടനെ എന്തായാലും കാണാൻ പറ്റും. ഇന്ന് ഓഫീസൊക്കെ കഴിഞ്ഞ് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് വീഡിയോ എടുത്ത് തുടങ്ങിക്കൂടാന്ന്. കാരണം വെച്ചാൽ ഇപ്പം ഈ ഒരു 1 year ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് എനിക്ക് സന്തോഷം കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത കുറേ മൊമെൻറ്റ്സ് ഞാനത് വീണ്ടും കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുന്നത്, ഞാൻ ഓക്കെ ആവുന്നത്. ഞാൻ ബാക്ക് ടു ഓക്കെ. ലൈക്ക് ഇവിടെ ഇപ്പം കുറച്ച് ദിവസമാണ് നമ്മുടെ ജോബിൻ്റെ പാർട്ട് ഓഫ് ജോബ് നമ്മളെവിടെ ആണെങ്കിലും എൻ്റെ ഹാർട്ട് എപ്പോഴും എൻ്റെ നാട്ടിലാണ്, എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയുടെ അടുത്താണ്. അപ്പോൾ അത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ ആവുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും നാട്ടിലോട്ട് പോവാം. അപ്പോൾ ഒരു 25 daysനാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഇപ്പം യൂട്യൂബ് തുടങ്ങിക്കൂടാന്ന്. കാരണം കുറേ വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തുടങ്ങുന്ന ബെസ്റ്റ് ടൈം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് വ്ലോഗിനുള്ള ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ. വാപ്പുവിൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തായാലും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട്, അല്ലെങ്കിൽ എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് ആയിരിക്കും. പിന്നെ ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എൻ്റെ അമ്മേനെ കാണുന്നത്, എൻ്റെ വീട്ടുകാരെ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ആ ഒരു ഇമോഷൻസൊക്കെ ഭയങ്കര ട്രൂ ആയിരിക്കത്തില്ലേ? അപ്പോൾ എനിക്ക് അതൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നി. അത് യൂട്യൂബിലാണെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാനിപ്പം വ്ളോഗ് എടുത്ത് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെസ്റ്റ് ടൈം മേ ബി ഇപ്പോഴായിരിക്കും, അങ്ങനെ എടുത്ത് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്ത്. ഇപ്പം എന്തായാലും ഇനി ഒന്നും നോക്കണ്ട, ഇനി മാറ്റി വെക്കണ്ടെന്ന് കരുതി ഞാൻ എടുത്ത് തുടങ്ങാമെന്ന് കരുതി. എന്തായാലും ഞാൻ
കുറേ വീഡിയോസൊന്നും ആയിരിക്കത്തില്ല ഇടുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണെന്ന് തോന്നുന്നത് എനിക്ക് കണ്ടാൽ വീണ്ടും ആ ഒരു എനർജി, ഒരു ബൂസ്റ്റ് കിട്ടുന്ന ആ ഒരു ടൈപ്പ് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിരിക്കും മേ ബി ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്. ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. 5 മണിയപ്പം എല്ലായിടത്തും ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലോട്ട് പോയാലും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. മേ ബി ഇനി കുറച്ച് ഇപ്പോൾ പുറത്ത് പോകും എന്നാണ് നിഗമനം. ഇന്നലെ ആയിരുന്നു ബാക്കി സ്റ്റാഫ്സൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായിരുന്നു. ഇന്ന് സാറ്റർഡേ കുറച്ച് നേരമേ വരത്തുള്ളൂ. അപ്പോൾ ഇന്നലെ എല്ലായിടത്തും ബൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനോ ചുട്ടുപൊള്ളുന്ന ചൂടാണ്. നാട്ടിലാണെങ്കിലും ഭയങ്കര മഴ എന്നൊക്കെ പറയുക. ടാൻ തന്നെ, ഇന്ന് ടാൻ തന്നെ. ഓ സൺകിസ്ഡ്. ഞാൻ കുട ഇല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാത്തത്. ഇന്ന് വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങിയത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സൺകിസ്റ്റൊക്കെ എടുത്തതേ ഉള്ളൂ. യൂഷ്വലി എൻ്റെ ഓഫീസ് ടൈമിംഗ് എന്ന് പറയുകയാണെങ്കിൽ 7 ആണ്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് till 5 വരെയാണുള്ളത്. അതാ സംഭവം. നാളെയാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബൈ. നോക്കിക്കോ, അവിടെ കുറേ പിള്ളേരൊക്കെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കളിക്കുക. പിന്നെ എല്ലാവരും റിലാക്സ് ചെയ്യുന്ന ഒരു ദിവസമാണ്. കാരണം ആകെ കിട്ടുന്ന സാറ്റർഡേ സൺഡേയിലെ ലീവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോവാം. എൻ്റെ അടുത്ത് അബു ആണെങ്കിൽ എപ്പോൾ നാട്ടിൽ പോയിരുന്നാലും അപ്പോൾ കുനാഫ മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ട ഈ ടൈപ്പ് കുനാഫ. അപ്പം ഇങ്ങനെ നോക്കുമായിരുന്നു, അങ്ങനെ ഇത് മേടിക്കാനായിരുന്നു വന്നത്. ഇതും കൂടെ മേടിക്കാനുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് അല്ലേ, ബാക്കിയെല്ലാം മേടിച്ച് കഴിഞ്ഞു. ഇത് മേടിക്കാനാണ് വന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ നോക്കും ഏതാ നല്ലതെന്ന്. ഒരു സാധനം മേടിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയാലും ലാസ്റ്റ് നോക്കി നോക്കി വരുമ്പോൾ ഓരോരോ സാധനങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെ എടുക്കാണ്ടിരിക്കാൻ തോന്നും. നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഭയങ്കര ചൂടിൻ്റെ സെൻസിലേക്ക് ഇപ്പോഴും ഭയങ്കര ഹ്യൂമിഡാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന ഒരു എഫക്റ്റ്. അത് രാത്രി വരെ ഇപ്പോഴും ഭയങ്കര ചൂട് ഫീൽ ചെയ്യുക.